സാധാരണ ജനങ്ങൾ ആണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പില്ല, ഒന്നുമില്ല. VDക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രസ്താവന ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഹൈക്കമാൻഡിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഇപ്പോൾ ഒരു 5 മണിയോടുകൂടി VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം, ആഗ്രഹവും. ഞങ്ങൾ 200% കോൺഫിഡൻസിലാണ്. VD തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഞങ്ങൾ ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നതാണ്. രാവിലെ തന്നെ ഞങ്ങളിവിടെ വന്നുകൂടിയതാണ്. ഇനി അതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. അല്ല മറിച്ചാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാ പ്രവർത്തകരും അതുപോലൊപ്പം പൊതുജനങ്ങളും പുതുതലമുറയും അടക്കം VD സതീശനോടൊപ്പമാണ്. VD സതീശനുള്ള പിന്തുണയായിട്ടാണ് 102 സീറ്റുകൾ കേരളത്തിലെ ജനങ്ങൾ UDFന് സമ്മാനിച്ചത് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുള്ള എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനകം പ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ്റെ പേര് പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും തർക്കവുമില്ല. എന്തായാലും VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതല്ല വളരെ വലിയ ആവേശകരമായൊരു വൈകാരികമായ ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷ നിൽക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നു. എങ്ങനെയാണ്? 100% സതീശൻ സാറ് മുഖ്യമന്ത്രി ആവണമെന്നാണ് ജനങ്ങളുടെ താല്പര്യം. അത് ഒറ്റ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാൾ കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയക്കാരെ ആരും അംഗീകരിക്കാതെ ഇന്നത്തെ യുവാക്കളെല്ലാവരും തന്നെ, യുവാക്കളെന്നല്ല ആബാലവൃദ്ധം ജനങ്ങളും സതീശൻ സാറിൻ്റെ പിന്നിൽ അണിനിരക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. ഓരോരോ വിഷയങ്ങളും അദ്ദേഹം പഠിച്ച് എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ചാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ വിജയം ഉറപ്പാണ്. ഇത് നമ്മുടെ ദേശീയ നേതൃത്വം അത് അംഗീകരിക്കുമെന്നാണ് മറ്റുള്ളവരെല്ലാവരും ധാരണ. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. കേരളത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവുമെന്നാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ, UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങളും കരുതിയിരിക്കുന്നത്. അത് KC വേണുഗോപാൽ MP പിന്മാറി VD സതീശന് കളമൊരുക്കുമെന്നാണ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരം അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരള ജനതയുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നത്. 102 സീറ്റ് UDFന് കിട്ടാൻ കാരണം VD സതീശൻ എന്ന നിലപാടിൻ്റെ രാജകുമാരൻ തന്നെ CM ആയി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് യുവജനങ്ങളും